ഹായ് എവരി വൺ, ഞാൻ ഷെഫിൻ തോമസ്, S3BC കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ജാവ പ്രോഗ്രാമിലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. ആദ്യം നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ലൂപ്പിംഗ് ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈസ് എ ഫീച്ചർ വിച്ച് ഫെസിലിറ്റേറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫങ്ഷൻസ് റിപ്പീറ്റ്ലി വൈൽ സം കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ. ഓക്കെ, അപ്പോൾ ലൂപ്പിംഗ് എന്ന് പറയുന്നത് റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴെല്ലാം അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് ഫോൾസ് ആയി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തോളും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡായി ചെയ്യുന്നെങ്കിൽ കൊടുക്കാൻ പറ്റിയതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് 4 തരത്തിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് വൈൽ ലൂപ്പ്, രണ്ടാമത്തെ ഡു വൈൽ ലൂപ്പ്, പിന്നെ ഫോർ ലൂപ്പ്, ഫോർ ഈച്ച് ലൂപ്പ്. ഫോർ ഈച്ച് ലൂപ്പിനെ എൻഹാൻസ്ഡ് ലൂപ്പ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും സിൻറ്റാക്സും വർക്കിങ്ങും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് വൈൽ ലൂപ്പ് നോക്കാം. വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് അലൗസ് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റ്ലി ബേസ്ഡ് ഓൺ എ ഗിവൻ ബൂളിയൻ കണ്ടീഷൻ. നമ്മൾ കൊടുക്കുന്ന ബൂളിയൻ കണ്ടീഷനെ ബേസ് ചെയ്താണ് ഇത് റൺ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ബൂളിയൻ കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആവുന്നു അപ്പോൾ അത് ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുന്നതാണ്. ഇതൊരു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് പോലെയാണ്. നമുക്കിവിടെ വൈൽ ലൂപ്പിൻ്റെ ഫ്ലോ ചാർട്ട് കാണാം. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അത് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ എപ്പം ഫോൾസ് ആവുന്നു അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇതിൻ്റെ സിൻറ്റാക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോക്കാം. വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. വൺസ് ദ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ട്രൂ, ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി ലൂപ്പ് ആർ എക്സിക്യൂട്ടഡ്. ആ ബൂളിയൻ കണ്ടീഷൻ ശരിയാണെങ്കിൽ ആ ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. നോർമലി ദ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെയ്ൻ ആൻ അപ്ഡേറ്റ് വാല്യൂ ഫോർ എ വേരിയബിൾ ബീയിങ് പ്രോസസ്ഡ് ഫോർ എ നെക്സ്റ്റ് ഐറ്ററേഷൻ. സാധാരണ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു അപ്ഡേറ്റ് വേരിയബിൾ കാണും അടുത്ത ഐറ്ററേഷന് വേണ്ടി. എന്നാലേ നമുക്ക് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ എപ്പോഴാണോ നമ്മുടെ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇതാണ് ഒരു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ്. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ സിമ്പിൾ ലൂപ്പ് ഇൻ ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡു വൈൽ ലൂപ്പാണ്. A do while loop is similar to while loop with only difference that it checks for condition after executing the statements. ഒരു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് പോലെയാണ് ഡു വൈൽ ലൂപ്പ്. എന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്. Therefore is an example of exit control loop. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ സിൻറ്റാക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യം ഡു, പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ്, എന്നിട്ട് മാത്രമേ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. അതാണ് ഒരു ഡു വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഡു വൈൽ ലൂപ്പ് സ്റ്റാർട്ട്സ് വിത്ത് എക്സിക്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദർ ഈസ് നോ ചെക്കിംഗ് ഓഫ് എനി കണ്ടീഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യത്തെ പ്രാവശ്യം ആ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അപ്ഡേറ്റ് ഓഫ് ദ വേരിയബിൾ വാല്യൂ ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഫോർ ട്രൂ ഓർ ഫോൾസ് വാല്യൂ. അപ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടായി എന്നിട്ട് അത് അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രമേ അത് വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. ഇതാണ് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പുമായിട്ടുള്ള മെയിൻ വ്യത്യാസം. ഇഫ് ഇറ്റ് ഇവാലുവേറ്റ്സ് ടു ട്രൂ നെക്സ്റ്റ് ഐറ്ററേഷൻ ഓഫ് ലൂപ്പ് സ്റ്റാർട്ട്സ്. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ അടുത്ത ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യും. വെൻ ദ കണ്ടീഷൻ ബിക്കംസ് ഫോൾസ് ദാറ്റ് ലൂപ്പ് ടെർമിനേറ്റ്സ്. അഥവാ ആ കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഡു വൈൽ ലൂപ്പ് വിൽ എക്സിക്യൂട്ട് ഇറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് വൺസ് ബിഫോർ എനി കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡു വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലോ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ വർക്കിംഗ്. ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രമേ അടുത്ത ഐറ്ററേഷൻ സ്റ്റാർട്ട് ആവും, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ അത് ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡു വൈൽ ലൂപ്പ്. അടുത്തതായി നമ്മുടെ ഫോർ ലൂപ്പാണ്. എ ഫോർ ലൂപ്പ് പ്രൊവൈഡ്സ് എ കൺസൈസ് വേ ഓഫ് റൈറ്റിംഗ് ദ ലൂപ്പ് സ്ട്രക്ചർ. കൺസൈസ് വേ എന്ന് പറഞ്ഞാൽ ഒരു സംക്ഷിപ്ത മാർഗം അഥവാ എല്ലാം കൂടെ ചേർത്ത് ചെറുതാക്കി ഷോർട്ടാക്കി എഴുതുന്നതിനെയാണ് കൺസൈസ് വേ എന്ന് പറയുന്നത്. അൺലൈക്ക് എ വൈൽ ലൂപ്പ്, എ ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് കൺസ്യൂംസ് ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ ആൻഡ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഇൻ വൺ ലൈൻ, ദെയർബൈ പ്രൊവൈഡിങ് എ ഷോർട്ടർ ഈസി ടു ഡീബഗ് സ്ട്രക്ചർ ഓഫ് ലൂപ്പിംഗ്. നമ്മളിവിടെ സിൻറ്റാക്സിൽ കാണുന്ന പോലെ തന്നെ ബ്രാക്കറ്റിനുള്ളിൽ 3 പാർട്സ് ഉണ്ട്. ആദ്യത്തെ ഇനിഷ്യലൈസേഷൻ, രണ്ടാമത്തെ ടെസ്റ്റിംഗ് കണ്ടീഷൻ, മൂന്നാമത്തെ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഒരു ലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതാണ് ഫോർ ലൂപ്പിൻ്റെ സവിശേഷത. ഇനി നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഇനിഷ്യലൈസേഷൻ കണ്ടീഷനാണ്. ഹിയർ വി ക്യാൻ ഇനിഷ്യലൈസ് ദ വേരിയബിൾ ഇൻ യൂസ് ആൻഡ് ഇറ്റ് മാർക്സ് ദ സ്റ്റാർട്ട് ഓഫ് എ ഫോർ ലൂപ്പ്. നമുക്കിവിടെ നമ്മുടെ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും.
ഇൻസ്റ്റലേഷൻ കണ്ടീഷനാണ് ഒരു ഫോർ ലൂപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആൻ ഓൾറെഡി ഡിക്ലെയർഡ് വേരിയബിൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ എ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ലോക്കൽ ടു ലൂപ്പ് ഓൺലി. നമുക്ക് നേരത്തെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് ഇതിനകത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കലായി നമുക്ക് വേരിയബിളോട് ഡിക്ലെയർ ചെയ്യാനും സാധിക്കും. രണ്ടാമതായി ടെസ്റ്റിംഗ് കണ്ടീഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ എക്സിറ്റ് കണ്ടീഷൻ ഫോർ എ ലൂപ്പ്. ഇറ്റ് മസ്റ്റ് റിട്ടേൺ എ ബൂളിയൻ വാല്യൂ. എക്സിറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റിംഗ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ഇതെപ്പോഴും ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആസ് ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് പ്രയർ ടു ദ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ എൻട്രി കൺട്രോൾ ആദ്യം തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ചെയ്തു, രണ്ടാമത് നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി, ഇനി മൂന്നാമത് നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. വൺസ് ദ കണ്ടീഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ട്രൂ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ലൂപ്പ് ബോഡി ആർ എക്സിക്യൂട്ടഡ്. ആ ടെസ്റ്റിംഗ് കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇനിയും ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അപ്ഡേറ്റിംഗ് ദ വേരിയബിൾ ഫോർ നെക്സ്റ്റ് ഐട്രേഷൻ. നെക്സ്റ്റ് ഐട്രേഷന് വേണ്ടി നമ്മുടെ ആദ്യത്തെ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അവസാനമായി ലൂപ്പ് ടെർമിനേഷൻ ആണ്. വെൻ ദ കണ്ടീഷൻ ബിക്കം ഫോൾസ് ദ ലൂപ്പ് ടെർമിനേറ്റ്സ് മേക്കിംഗ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. നമ്മുടെ ടെസ്റ്റിംഗ് കണ്ടീഷൻ എപ്പം ഫോൾസ് ആകുന്നോ അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ്. നമുക്ക് ഈ ഫ്ലോ ചാർട്ടൂടെ ഒന്ന് നോക്കാം. ആദ്യം ഇനിഷ്യലൈസേഷൻ ആണ്. രണ്ടാമതേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അഥവാ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്ത് പിന്നെ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. നിങ്ങൾ ആരും ഉപയോഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ എപ്പോഴാണോ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് എന്നാൽ മാത്രമേ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോർ ലൂപ്പ്. അപ്പോൾ അടുത്തതായി ഫോർ ഈച്ച് ലൂപ്പാണ്. നമ്മുടെ പല ടെസ്റ്റിലും എൻഹാൻസ് ലൂപ്പെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ ഈച്ച് ലൂപ്പ് കണ്ടാൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അത് എൻഹാൻസ് ലൂപ്പ് തന്നെയാണ് ഫോർ ഈച്ച് ലൂപ്പ്. ജാവ ഓൾസോ ഇൻക്ലൂഡ്സ് അനദർ വെർഷൻ ഓഫ് ഫോർ ലൂപ്പ് ഇൻഡ്യൂസ്ഡ് ഇൻ ജാവ 5. ഇത് ജാവ 5 വെർഷൻ തൊട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് എൻഹാൻസ് ഫോർ ലൂപ്പ് പ്രൊവൈഡ്സ് എൻ സിംപുലർ വേ ടു ഐട്രേറ്റ് ത്രൂ ദ എലമെൻറ്റ്സ് ഓഫ് എ കളക്ഷൻ ഓർ അറേ. ഒരു എലമെൻറ്റിനെയോ അഥവാ കളക്ഷൻ ഓഫ് അറേയോ സിമ്പിളായി ഐട്രേറ്റ് ചെയ്യാൻ അഥവാ ആവർത്തിക്കാനാണ് ഫോർ ഈച്ച് ലൂപ്പ് അഥവാ എൻഹാൻസ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. The Java for each loop traverses the array or collection until the last element. For each element it stores an element in the variable and executes the body of the for each loop. നമ്മൾ സാധാരണ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ ഫോർ ഈച്ച് ലൂപ്പിലേക്ക് വരുമ്പോൾ അറേയിലെ ഓരോ എലമെൻറ്റ്സും സീക്വൻഷ്യലി ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഓരോ എലമെൻറ്റിനെ അത് സ്റ്റോർ ചെയ്യുന്ന ഓരോ വേരിയബിളിലാണ്. എന്നിട്ടാണ് അത് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. The advantage of for each loop is it eliminates the possible of bugs and make the code more readable. അപ്പോൾ ഫോർ ലൂപ്പിനെക്കാട്ടി ഫോർ ഈച്ച് ലൂപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് ബഗ്സ് പെട്ടെന്ന് അറിയാനും, അതായത് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാനും, കോഡ് കുറച്ചുകൂടെ നമുക്ക് റീഡബിൾ ആവാൻ മനസ്സിലാവാനും വേണ്ടിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫോർ ലൂപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് ട്രാവേഴ്സ് ഈച്ച് എലമെൻറ്റ്സ് വൺ ബൈ വൺ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ അറയിലെ ഓരോ എലമെൻറ്റ്സിനെയും 1 by 1 ആയി ട്രാവേഴ്സ് ചെയ്യുന്നതാണ് ഫോർ ഈച്ച് ലൂപ്പിൻ്റെ പ്രത്യേകത. നമുക്കതിൻ്റെ സിൻടാക്സ് നോക്കാം. ഫോർ ലൂപ്പിനകത്ത് ടൈപ്പ് വേരിയബിൾ, അറേനെയും ദെൻ ബോഡി ഓഫ് ദ ലൂപ്പ്. അങ്ങനെ നമ്മുടെ 4 ലൂപ്പും തീർന്നു. ആദ്യത്തെ വൈൽ ലൂപ്പായിരുന്നു, രണ്ടാമത്തെ ഡു വൈൽ ലൂപ്പായിരുന്നു, മൂന്നാമത്തെ ഫോർ ലൂപ്പായിരുന്നു, നാലാമത്തെ ഫോർ ഈച്ച് ലൂപ്പ് അഥവാ എൻഹാൻസ് ലൂപ്പായിരുന്നു. ഈ 4 ലൂപ്പിലാണ് നമ്മൾ മെയിൻലി ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.